എല്ലാ പ്രേക്ഷകർക്കും മൈഫിൻ ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സീറ്റുകളും 33 സെനറ്റ് സീറ്റുകളും. നവംബർ 3 US മിഡ് ടേം ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയൊരു വഴിത്തിരിവിനുള്ള സാധ്യതകൾ ഉയരുകയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഹൗസിലും സെനറ്റിലും തുടരുമോ? ഡെമോക്രാറ്റുകൾ അപ്രതീക്ഷിത തിരിച്ചുവരവ് നടത്തി രാഷ്ട്രീയ സമവാക്യം തന്നെ മാറ്റുമോ? H-1B വിസ പോളിസി മുതൽ FCRAയും ട്രേഡ് ഡീൽസും വരെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിരവധി നിർണായക വിഷയങ്ങളിൽ ഇപ്പോൾ ഒരു സങ്കീർണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അമേരിക്ക തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാന ചോദ്യം, ഇന്ത്യ അമേരിക്ക ബന്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കും? ട്രംപ് വീണ്ടും ട്രംപ് കാർഡ് ഇറക്കുമോ? നവംബറിൽ US മിഡ് ടേം ഇലക്ഷൻസ് അവസാനിക്കുമ്പോൾ കോൺഗ്രസിന്റെ നിയന്ത്രണം ആരുടെ കയ്യിൽ? ട്രംപിന് നിർണായകമായ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്ത്യ-US റിലേഷൻസിനെ എങ്ങനെ ബാധിക്കും? US-ഇന്ത്യ FTA മുന്നോട്ടു പോകുമോ, അല്ലെങ്കിൽ കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കോ? H-1B വിസ പോളിസിയിൽ മാറ്റമുണ്ടാകുമോ? അമേരിക്കയിലെ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് മാറുമ്പോൾ ഇന്ത്യക്ക് മുന്നിൽ അവസരമോ വെല്ലുവിളിയോ? ഈ വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് മൈഫിൻ ബിസിനസ് ഡയലോഗിൽ ജോയിൻ ചെയ്യുന്നത് ഇന്തോ അമേരിക്കൻ സെൻറ്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടറും ഫോർമർ US എക്സ്പോർട്സ് കൗൺസിൽ മെമ്പറുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ഇന്റർനാഷണൽ റിലേഷൻസ് അനലിസ്റ്റ് ഡേവിസ് അറക്കൽ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഫോർമർ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ G ഗോപകുമാർ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി പ്രൊഫസർ ഡോക്ടർ G ഗോപകുമാറിലേക്ക്. സർ, ഇപ്പോൾ നമ്മൾ ഓവറോൾ ഇന്ത്യ-US റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വലിയ രീതിയിൽ US-ൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു മൂവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. US മിഡ് ടേംസ് എലക്ഷൻസ് നവംബറിൽ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും ഇന്ത്യ-US റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഓവറോൾ സ്ട്രാറ്റജി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, ഫോറിൻ പോളിസി സ്ട്രാറ്റജി എന്തായിരിക്കും? അമേരിക്കയുടെ ഡോമിനൻ്റ് ആയിട്ടുള്ള ഫോറിൻ പോളിസി സ്ട്രാറ്റജി വാസ്തവത്തിൽ ഇന്ത്യക്ക് പ്രസക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നിർഭാഗ്യകരമായ വസ്തുത. അമേരിക്കയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി, തൊഴിലില്ലായ്മ, നാണയപ്പെരുപ്പം, വിലക്കയറ്റം, ഇനി യുദ്ധത്തിൽ ഇടപെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള തിരിച്ചടി, ഇവയെല്ലാം പരിഗണിക്കുമ്പോൾ ട്രംപിൻ്റെ നയങ്ങളോട് ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും അവർക്കത് പ്രകടിപ്പിക്കാൻ ഒരുപക്ഷെ കിട്ടുന്ന ഏറ്റവും അടുത്തുള്ള അവസരം താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നവംബറിൽ നടക്കുന്ന 435 ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും 1/3 ഗോകുമാർ സാറിലേക്ക് മടങ്ങി വരാം. വിൻസെന്റ് പാലത്തിങ്കൽ സർ, നമ്മളിപ്പോൾ US പോളിറ്റിക്സ്, ഡൊമസ്റ്റിക് പോളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പറയുന്നത് ഡെമോക്രാറ്റ്സിന് US ഹൗസിൽ ഒരു 6.5% ഒരു ലീഡും, അതേസമയം സെനറ്റ് റിപ്പബ്ലിക്കൻസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുമെന്നാണ് ഇപ്പോൾ പോൾസ് ഒക്കെ പറയുന്നത്. ഒരു US ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ആക്റ്റീവായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ വിൻസെന്റ് സാറിൻ്റെ ഒരു അനാലിസിസ് എന്താണ്? ട്രംപും റിപ്പബ്ലിക്കൻ പാർട്ടിയും അവരുടെ ഒരു ആധിപത്യം സെനറ്റിലും ഹൗസിലുമുള്ള ഒരു ആധിപത്യം ആയിട്ടാണോ കാണുന്നത്? അതോ ഹൗസ് ഡെമോക്രാറ്റ്സ് വിജയിക്കുകയും സെനറ്റിൽ റിപ്പബ്ലിക്കൻ ആധിപത്യം തുടരുകയും അങ്ങനെ ഒരു ഹൗസ് കൺട്രോൾ ഇല്ലാത്ത ഒരു പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപിൻ്റെ സെക്കൻഡ് ടേമിൻ്റെ സെക്കൻഡ് പാർട്ട് മാറുന്നതുമായാണോ സാറിൻ്റെ ഒരു അനാലിസിസ് എന്താണ്? ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ്, തോമസ്, പാർട്ടി ഓഫ് ദി പ്രസിഡന്റ് ഇൻ വൈറ്റ് ഹൗസ് കഴിഞ്ഞ 1938 തുടങ്ങി 22 മിഡ് ടേം ഇലക്ഷൻസിൽ 20 ഈ പാർട്ടി ഓഫ് ദി പ്രസിഡന്റ് ഇൻ ദ വൈറ്റ് ഹൗസ് തോറ്റിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നാച്ചുറലായിട്ടും ഹൗസിൻ്റെ കൺട്രോൾ ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ് ഡെമോക്രാറ്റ് പാർട്ടിയിൽ നിന്നും റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും ഡെമോക്രാറ്റ് പാർട്ടിയിലേക്ക് പോകേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് നോക്കിയാൽ, ട്രംപ് ആയിരുന്നപ്പോഴുള്ള കഴിഞ്ഞ മിഡ് ടേം ഇലക്ഷൻ്റെ ട്രെൻഡ് നോക്കിയാൽ അത്ര ഭീകരമായൊരു നഷ്ടം ഒബാമയ്ക്കോ ക്ലിന്റണോ ഉണ്ടായതുപോലത്തെ ഒരു ഭീകരമായൊരു നഷ്ടം ട്രംപിൻ്റെ പാർട്ടിക്ക് ഉണ്ടായില്ല. ട്രംപിൻ്റെ പാർട്ടി തോറ്റു, പക്ഷേ അവർ വളരെ കുറഞ്ഞ സീറ്റുകൾ കമ്പയർഡ് ടു ഒബാമ ആൻഡ് ക്ലിന്റൺ ആയിരുന്നു ട്രംപിൻ്റെ പാർട്ടി തോറ്റത്. അത് പുള്ളിയുടെ മാസ് അപ്പീലാണ് അതിനുള്ള ഒരു കാരണം.
അപ്പോൾ ഇപ്രാവശ്യം പോലും സെനറ്റിന്റെ കൺട്രോൾ മാറുകയില്ല എന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത്, ഹൗസിന്റെ മാറുമെന്ന് പറയുമ്പോഴും. അപ്പോൾ ഇറ്റ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കോൺഗ്രഷണൽ റീഡിസ്ട്രിക്റ്റിംഗ് നടന്നു. അതായത് ഡെമോക്രാറ്റ്സ് പണ്ട് തുടങ്ങി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അവർ ഭരണത്തിലിരിക്കുന്ന സ്റ്റേറ്റുകളിൽ റീഡിസ്ട്രിക്റ്റ് ചെയ്ത് കൂടുതൽ മണ്ഡലങ്ങൾ ഡെമോക്രാറ്റ്സ് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളാക്കി മാറ്റുക എന്നുള്ളത്. ഡെമോക്രാറ്റ്സ് അത് ചെയ്യുവാണെങ്കിൽ, അത് ലീഗലാണെങ്കിൽ അത് നമ്മളും ചെയ്യണം എന്നുള്ള അപ്രോച്ചിൽ ട്രംപ് പുഷ് ചെയ്തതുകൊണ്ട് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളും ഇപ്രാവശ്യം അത് ചെയ്തിട്ടുണ്ട്, പല സ്റ്റേറ്റുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഡെമോക്രാറ്റ്സ് അത് കൂടുതൽ ചെയ്യാൻ നോക്കിയ വിർജീനിയ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോടതി അതിന് പ്രശ്നം കണ്ടെത്തുകയും അപ്പോൾ ഡെമോക്രാറ്റ്സിന്റെ എഫർട്ടിനേക്കാൾ കൂടുതൽ റീഡിസ്ട്രിക്റ്റിംഗിൽ കൂടുതൽ ഇപ്രാവശ്യം മികച്ചു നിൽക്കുന്നത് റിപ്പബ്ലിക്കൻസിന്റെ എഫർട്ടാണ്. അപ്പൊ ഇതും ട്രംപിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ വേറൊരു കാര്യം, ഈ ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക, അതായത് അമേരിക്കയിൽ ഇപ്പോൾ ഈ ചെറുപ്പക്കാരുടെ അസംതൃപ്തി, നമ്മൾ ഇസ്ലാമിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും മാർക്സിസ്റ്റുകളുമായിട്ടുള്ള ഒത്തിരി കാൻഡിഡേറ്റ്സ് DSA എന്ന പേരിൽ, ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക എന്ന പേരിൽ ഡെമോക്രാറ്റ് പാർട്ടിയുടെ കൺട്രോൾ പിടിച്ചെടുക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പല സ്ഥലങ്ങളിലും ഇപ്പൊ ബൈഡന്റെ അഡ്വൈസർ ആയിരുന്ന ആൾ പോലും മിഷിഗണില് റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇൻ ദ മെയിൻ ഇലക്ഷൻ, ബിക്കോസ് ഓഫ് ഈ DSAയുടെ ഓവർ ആയിട്ടുള്ള ഡെമോക്രാറ്റ് പാർട്ടിയിലേക്കുള്ള വരവും ആ പിടിച്ചെടുക്കലും കാരണം പല ഡെമോക്രാറ്റ്സും ഇപ്രാവശ്യം റിപ്പബ്ലിക്കൻസിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രഡിക്ഷൻസിനും അതീതമായി ട്രംപിന്റെ പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്രാവശ്യം ഹൗസിൽ പോലും മെജോറിറ്റി മെയിൻറ്റെയിൻ ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഇവിടെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ഇതെന്തായാലും ഈ അമേരിക്ക ഇന്ത്യ പോളിസി എടുക്കുമ്പോൾ ഈ ട്രംപ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം നമ്മളുടെ ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് ഇഷ്യൂസ് ആയാലും ടാരിഫ് ഉണ്ടാക്കുന്ന ഇഷ്യൂസ് ആയാലും H1 ഇഷ്യൂസ് ആയാലും, ഇതൊന്നും നിയമനിർമ്മാണം വഴിയല്ല ട്രംപ് ചെയ്തത്. ഇതെല്ലാം ട്രംപ് ചെയ്തത് എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വഴിയാണ്. അപ്പോൾ കോൺഗ്രസിൽ പോയോ സെനറ്റിൽ പോയോ പാസ്സാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ട് ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സങ്കീർണമായിട്ടില്ല. ഇന്ത്യ ആയിട്ടുള്ള കാര്യങ്ങൾ സങ്കീർണമായത് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വഴിയാണ്. ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ട്രംപിന് ഇറക്കാൻ കോൺഗ്രസും ഹൗസും സെനറ്റും ട്രംപിന്റെ കയ്യിൽ ഇല്ലെങ്കിലും എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇറക്കാനും നടപ്പാക്കാനും ട്രംപിന് ബുദ്ധിമുട്ടില്ല, പ്രൊവൈഡഡ് ലീഗലായിട്ടുള്ള ഹേർഡേഴ്സ്, അതായത് കോർട്ടുകൾ അതിനെ ചലഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായില്ലെങ്കിൽ. കോർട്ടുകൾ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളെയും ചലഞ്ച് ചെയ്യുകയും പലതിലും ട്രംപിന് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു ചേഞ്ച് ഈ ഇലക്ഷൻ കാരണം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് ഓഫ് പോളിസി, അമേരിക്കൻ പോളിസി ഉണ്ടാവുന്ന ഒരു സീൻ ഇനി അഥവാ ട്രംപ് വലിയ ഭൂരിപക്ഷത്തിന് ട്രംപിന്റെ പാർട്ടി തോറ്റാലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇതാണ് എന്റെ അസസ്മെന്റ്. വിൻസെന്റ് സാർ, DSAയിലേക്ക് വരുന്നതിനെക്കാട്ട് മുമ്പ് ഇപ്പോൾ സെനറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ശരിയാണ്, ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഒരു മുൻതൂക്കം ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പറയുന്നുണ്ട്. എന്നാൽ സെനറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഡാറ്റകൾ നോക്കിയപ്പോൾ നോർത്ത് കരോളിനയിൽ ഇപ്പോൾ ഇൻകംബന്റ് റെപ്രസെൻറ്റേറ്റീവ് വരുന്ന ടോം ടെല്ലിസ് റിട്ടയർമെൻറ്റ് ആയതിന് പിന്നാലെ ഇപ്പോൾ ഡെമോക്രാറ്റ് റോയ് കൂപ്പറിന് അവിടെ ചെറിയ രീതിയിലുള്ളൊരു മുൻതൂക്കം ഇപ്പോൾ പറയുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ട്രോങ് ഹോൾഡാണ് നോർത്ത് കരോളിൻ. മെയിൻ നോക്കുകയാണെങ്കിലും റിപ്പബ്ലിക്കൻ സെനറ്റർ സൂസൻ കോളിൻസിന് ഒരു ടഫ് ബാറ്റിൽ അവിടെ വേണ്ടി വരും എന്ന രീതിയിലും പറയുന്നുണ്ട്. ഇപ്പോൾ ടെക്സസിലേക്ക് വരികയാണെങ്കിൽ ജെയിംസ് ടാലറിക്കോ വളരെ വലിയ രീതിയിൽ തന്നെ ഒരു ക്യാമ്പയിൻ അവിടെ ബിൽഡ് ചെയ്തു വരുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റിപ്പബ്ലിക്കൻ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള സെനറ്റ് സീറ്റ്സുകളെല്ലാം ഫ്ലിപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇന്നത്തെ ഒരു US ഡൊമസ്റ്റിക് പൊളിറ്റിക്സിലുണ്ടോ? അങ്ങനെ ഫ്ലിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ഒരേ സമയം US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും അതേസമയം സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അവരുടെ ഒരു ആധിപത്യം നഷ്ടമാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുമോ? ഇപ്പോൾ ഈ ഡാറ്റകൾ പറയുന്ന പോലെ റിപ്പബ്ലിക്കൻ സ്ട്രോങ് ഹോൾഡ്സിലുള്ള ഡൊമസ്റ്റിക് പാർട്ടിയുടെ കടന്നുകയറ്റം ഒരു സീരിയസ് ഫാക്ടറായിട്ട് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഭാഗത്തു നിന്നും അനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും നോക്കി കാണുന്നുണ്ടോ? യെസ്, അബ്സല്യൂട്ട്ലി ഉണ്ട്. അതായത് ഇപ്പം എന്ത് പറഞ്ഞാലും നമ്മൾ ട്രംപ് എന്താ പറഞ്ഞാലും ആൾക്കാർ നോക്കുന്നത് എക്കണോമിക് ഇഷ്യൂസ് ആണ് ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പൊ നാച്ചുറലി സ്പീക്കിംഗ് എക്കണോമി, വി ആർ ഇൻ ട്രബിൾ, എവറിബഡി ഈസ് സഫറിങ്, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ്. കോളേജിൽ നിന്ന് ഡിഗ്രി എടുക്കുന്നു, പക്ഷെ അവർക്കൊന്നും ജോലി കിട്ടാത്ത സെനാരിയോസ്. അപ്പൊ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഡെമോക്രാറ്റ് പാർട്ടിക്ക് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ DSAയുടെ കടന്നുകയറ്റം, ഫോർ എക്സാമ്പിൾ മിഷിഗണില് ഈ അബ്ദുൾ സയ്യിദ് വളരെ ടെററിസ്റ്റിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള 2001 9/11 ആക്രമണം അമേരിക്കയ്ക്ക് കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ ഒരാളുടെ കൂടെയാണ് പുള്ളി ക്യാമ്പയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഒത്തിരി പേര് ഡെമോക്രാറ്റ് പാർട്ടിയിൽ ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ബൈഡന്റെ അഡ്വൈസർ ആയിരുന്ന ആൾ അവിടെയാണ് പുള്ളിയുടെ എതിരായിട്ട് മത്സരിക്കുന്ന റിപ്പബ്ലിക്കൻ കാൻഡിഡേറ്റിനെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളത്, ബൈഡന്റെ ക്യാബിനറ്റിൽ ഉണ്ടായിരുന്ന ആൾ. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ DSAയുടെ കടന്നുകയറ്റം കാരണം ഡെമോക്രാറ്റ് പാർട്ടിക്ക് ഉണ്ടാകാൻ സാധ്യമായിരുന്ന വിജയസാധ്യത ഒരു ചെക്കിലാണെന്നാണ് ഞാൻ പറഞ്ഞത്. സാധാരണഗതിയിൽ ഇപ്പൊ ഡെമോക്രാറ്റ് പാർട്ടിയുടെ ഭൂരിപക്ഷം സെനറ്റിലും കോൺഗ്രസിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഇംപീച്ച്മെന്റ് തുടങ്ങും. വളരെ നമ്പർ ഓഫ് മെനി ഇംപീച്ച്മെന്റിനുള്ള കാരണങ്ങൾ അവർ ഇപ്പോഴേ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ട്രംപ് ആ ഇംപീച്ച്മെന്റും അതിന് ഡീൽ ചെയ്യാനുള്ള തിരക്കങ്ങളുമായിട്ട് തിരക്കാവും. രണ്ടുപേർക്കും മെജോറിറ്റി ആയി കഴിഞ്ഞാൽ പുള്ളിയുടെ കാര്യമായ പോളിസികളൊന്നും പിന്നീട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം, ബിക്കോസ് ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ദ ഡെമോക്രാറ്റ് പാർട്ടി, റിപ്പബ്ലിക്കൻസിന് സെനറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹൗസ് തന്നെ ലൂസ് ചെയ്താലും വളരെ ചെറിയ ഒരു ഭൂരിപക്ഷത്തിന് ഹൗസ് ലൂസ് ചെയ്യാനും ഉള്ളൊരു സാധ്യത നിലനിൽക്കുന്നു. ഇത് റിപ്പബ്ലിക്കൻസിന്റെ തന്നെ മേക്കിംഗ് ആണ്. അവരുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ DSAയുടെ കടന്നുകയറ്റത്തിനെ ചലഞ്ച് ചെയ്യാണ്ടിരുന്നത് കൊണ്ട് ഫൈനലി ഈ DSA, അതായത് ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റ് ഓഫ് അമേരിക്ക, ഒരു പരിധിവരെ മാർക്സിയൻ പ്രിൻസിപ്പിളിൽ മുമ്പോട്ട് പോകുന്ന ഒരു മാർക്സിസ്റ്റ് ഐഡിയോളജി, ചെറുപ്പക്കാരുടെ വൈറ്റ് എഫ്ലുവന്റ് ഹൗസ് ഹോൾഡിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരുടെ ഒരു മൂവ്മെന്റ് ആണ് ഈ DSA. ഇപ്പോൾ ബേണി സാൻഡേഴ്സ് ആയിരുന്നു എന്റെ താതോട്ടപ്പൻ. ആ DSAയുടെ ഇൻഫ്ലുവൻസ് കാരണം ഡെമോക്രാറ്റ്സിന്റെ സാധ്യത സാധാരണഗതിയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനേക്കാളും, പ്രത്യേകിച്ചും ഇത്രയും അൺപോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രസിഡന്റിന്റെ സിറ്റുവേഷനിൽ ആ സാധ്യത വളരെ കുറയുകയും റിപ്പബ്ലിക്കൻസ് തന്നെ തിരിച്ചു വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. വരാം വിൻസെന്റ് സർ. ഡേവിസ് അറക്കൽ, നമ്മളിപ്പോൾ ഓവറോൾ ഗ്ലോബൽ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ US-ന് ചൈന ഒരു വലിയൊരു രീതിയിലൊരു റിസ്ക് ആയിട്ട് മാറുന്നത് ട്രംപ് തന്നെ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ചൈനയുമായി എടുക്കാൻ വേണ്ടി റഷ്യയുമായൊരു സമവായത്തിന് വരെ ട്രംപ് എപ്പോഴും വില്ലിംഗ് ആയിട്ടുള്ളതുമാണ്. നമ്മൾ ചൈനയുടെ കണ്ടെയ്ൻമെൻറ്റ് പോളിസി നോക്കുകയാണെങ്കിൽ ഇന്ത്യ US-ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട് വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു മിഡ് ടേം ഇലക്ഷൻസ് റിസൾട്ട്, ഡെമോക്രാറ്റ്സ് വേ പോയാലും റിപ്പബ്ലിക്കൻസ് വേ പോവുകയാണെങ്കിലും എങ്ങനെയായിരിക്കും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഈ മിഡ് ടേം ഇലക്ഷൻസിനെ ഇമ്പാക്ട് ചെയ്യാൻ പോകുന്നത്? നമസ്കാരം. അതില് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനാരിയോ, പോസ്റ്റ് ഇലക്ഷൻ മിഡ് ടേം സിനാരിയോ, എനിക്കൊരു 3 സിനാരിയോ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാം. ഒന്ന്, റിപ്പബ്ലിക്കൻസ് റിട്ടൈൻ ബോത്ത് സെനറ്റ് ആൻഡ് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്. 2, ഡെമോക്രാറ്റ്സ് ടേക്ക് ദ ഹൗസ് ബട്ട് റിപ്പബ്ലിക്കൻസ് റിട്ടൈൻ ദ സെനറ്റ്. അല്ലെങ്കിൽ അൺലൈക്ലി ആണ്, പക്ഷെ രാഷ്ട്രീയമായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. മൂന്നാമത്തെ ഒരു ചാൻസ് എന്ന് പറയുന്നത് ഡെമോക്രാറ്റ്സ് വിൻ ബോത്ത് ദ ചേംബേഴ്സ്. ഈ 3 സിനാരിയോയിലും തോമസ് പറഞ്ഞതുപോലെ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്, ബിയോണ്ട് ദ പാർട്ടീസ് ആൻഡ് പൊളിറ്റിക്സ്. അത് US-ലെ റിപ്പബ്ലിക്കൻസ് ആയാലും ഡെമോക്രാറ്റ്സ് ആയാലും ആരെ ഭരിച്ചാലും ഒരു കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു ഫോറിൻ പോളിസിയിലുള്ള കോമൺ ഫാക്ടറിൽ ചൈനയുണ്ട്. എസ്പെഷ്യലി ഇന്ത്യ ആയിട്ട് US ഡീൽ ചെയ്യുന്ന സമയത്ത് അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ട്രാറ്റജിക് പോയിന്റ് എന്ന് പറയുന്നത് കൗണ്ടറിങ് ചൈന എന്നുള്ളതാണ്. സോ ഫോർ ഇന്ത്യ എനിക്ക് തോന്നുന്നു അതൊരു ഫണ്ടമെന്റൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് റിവേഴ്സലിലേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഡെമോക്രാറ്റ്സോ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻസോ ആര് വന്നാലും ചൈനയായിട്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, അതിന്റെ ഒരു കീ പാർട്ട്ണറായി ഇന്ത്യ ഇന്തോ പസഫിക് റീജിയനിൽ നിലനിൽക്കുന്ന കാലത്തോളം അതിലൊരു ഫോറിൻ പോളിസി ഷിഫ്റ്റ് വരും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എത്രത്തോളം അത് മാറ്റങ്ങൾ വരാമെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഡെമോക്രാറ്റ്സ് ബോത്ത് ഹൗസ് ആൻഡ് സെനറ്റ് പിടിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില സ്ക്രൂട്ടിനീസ് അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ഓവർസൈറ്റ് വന്നേക്കാം. പക്ഷെ എന്നാൽ പോലും ബിയോണ്ട് ദ പാർട്ടിസാൻ പൊളിറ്റിക്സ് ചൈനയായിട്ടുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ചൈനയെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യ എന്നും US-ന്റെ ഒരു പ്രധാനപ്പെട്ട പാർട്ട്ണറാണ്. അതിലൊരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഈ അടുത്ത് വായിച്ചൊരു റിസർച്ച് ആർട്ടിക്കിളാണ്. പ്യൂ റിസർച്ച് സെന്റർ ജൂലൈ 15 തീയതി 2026 പ്രസിദ്ധീകരിച്ചൊരു വളരെ രസകരമായൊരു റിസർച്ച് റിപ്പോർട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ പീപ്പിൾ ഇൻ മെനി കൺട്രീസ്, ഈ ഇന്തോ പസഫിക് റീജിയനിൽ നമ്മൾ രാജ്യങ്ങളെ നോക്കുമ്പോൾ പാകിസ്ഥാൻ, മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ഇവരെല്ലാവരും ചൈനയുടെ ഫോറിൻ പോളിസിയിലെ അംഗീകരിക്കുന്ന ഒരു ശതമാനക്കണക്കാണ് ഈ പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ടത്.
അതിൽ ആകെ കൂടി ഇന്തോ പസഫിക് റീജിയനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ജപ്പാനും ഇന്ത്യയും സൗത്ത് കൊറിയയും ഫിലിപ്പീൻസും മാത്രമാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയ്ക്ക് വളരെ വിലപ്പെട്ടതാണ് ചൈനയെ കൗണ്ടർ ചെയ്യാൻ. ഇന്ത്യ ആ റിസർച്ച് റിസൾട്ടിൽ ഇന്ത്യ 4ാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ അമേരിക്കൻ ഫോറിൻ പോളിസിയോട് അല്ലെങ്കിൽ ട്രംപിനോട് ആഭിമുഖ്യം കാണിക്കുന്നു എന്ന് പറയുന്നതും പാകിസ്ഥാൻ പോലെയുള്ള അവരുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള അലൈ ചൈനയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുന്നതും അത് വളരെയധികം അനാലിസിസ് അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വാഷിങ്ടൺ ഇങ്ങനൊരു ഇൻസെന്റീവ് എനിക്ക് തോന്നുന്നില്ല ഒരു കമേഴ്ഷ്യൽ ഡിസഗ്രിമെന്റ്സിന്റെ പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യ റഷ്യ റിലേഷൻഷിപ്പിന്റെ പുറത്ത് പ്രധാനപ്പെട്ട ഒരു ഇന്തോ പസഫിക് റീജിയനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമെന്ന നിലയിൽ അമേരിക്ക കണ്ടുകൊണ്ടിരിക്കുന്ന ചൈനയെ കൗണ്ടർ ചെയ്യാൻ ഇന്ത്യയാണ് ഈ ഏരിയയിൽ ചൈനയ്ക്ക് ഓൾ വെതർലി ഫ്രണ്ട് ഉള്ളത്. അങ്ങനത്തെ ഒരു രാജ്യത്തെ അവര് തള്ളിക്കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി. ഡോക്ടർ ഷമീനം, വിൻസെന്റ് സാർ, നമ്മളിപ്പോൾ വിൻസെന്റ് സാർ നേരത്തെ പറയുകയുണ്ടായി ഏറ്റവും കൂടുതൽ ഫോക്കസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഈ US മിഡ് ടേം ഇലക്ഷൻസിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് വിൻസെന്റ് സാർ പറഞ്ഞത്. ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ താരിഫ് പവേഴ്സ് ബില്ല് ഇപ്പോൾ നമ്മൾ 100% താരിഫ് റഷ്യയിൽ നിന്ന് എനർജി വാങ്ങുന്ന കൺട്രീസിനൊക്കെ 100% താരിഫ് ആയി ബന്ധപ്പെട്ട് ബില്ല് ഇപ്പോൾ സെനറ്റ് പാസ് ചെയ്തിരിക്കുകയാണ്. അത് ഇനി ഹൗസിലേക്കാണ് എത്തേണ്ടത്. ഈ എലക്ഷൻ കഴിഞ്ഞിട്ടാണ് അത് ഹൗസിലേക്ക് എത്തുന്നത് എങ്കിൽ ഡെമോക്രാറ്റ്സിന് അവിടെ ഒരു ആധിപത്യം ഉണ്ടെങ്കിൽ ആ ബില്ല് പാസ്സാവാനുള്ള സാധ്യത കൂടുകയാണോ കുറയുകയാണോ? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് ഈ 100% താരിഫ് ബില്ലിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യത? ബിക്കോസ് അതും ഇന്ത്യയെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ? യെസ്. ഇപ്പം ആദ്യം തന്നെ ഈ ട്രംപിന്റെ ടാരിഫിനെതിരായിട്ട് സുപ്രീം കോടതി വിധിക്കാനുള്ള കാരണം ഇതൊന്നും നിയമനിർമ്മാണം വഴിയല്ല, എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വഴിയാണ് പുള്ളി ഇത് ചെയ്തത്. ഇത് നിയമനിർമ്മാണം നടന്നു കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. പക്ഷെ നിയമനിർമ്മാണം ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഇറക്കി എല്ലാം മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ബില്ല് ഇപ്പൊ സെനറ്റിൽ പാസ്സാകാൻ പോകുന്ന ബില്ല് ഹൗസും പാസ്സാക്കി കഴിഞ്ഞാൽ, ഇപ്പൊ പാസ്സാക്കുവാണെങ്കിൽ ദെൻ ദ ബിൽ ഈസ് ലോ, പ്രസിഡന്റ് വിൽ സൈൻ ഇറ്റ് ഇൻ ലോ. അതല്ല, ഇപ്പൊ ഹൗസ് പോയി കഴിഞ്ഞ ശേഷമാണ് അത് ഹൗസിലേക്ക് വരുന്നതെങ്കിൽ ആ ബില്ല് എന്തോരം ന്യായമാണെന്ന് പറഞ്ഞാൽ പോലും ട്രംപ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നിടത്തോളം കാലം ഡെമോക്രാറ്റ്സ് ആണ് ഹൗസിന്റെ കൺട്രോൾ എങ്കിൽ അവരൊരിക്കലും അത് സൈൻ ചെയ്യാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇപ്പം സെനറ്റ് റിപ്പബ്ലിക്കൻസ് റീറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് അത് നൾ ആൻഡ് വോയിഡ് ആണ്, അത് പാസ്സായിട്ടില്ലെങ്കിൽ. അപ്പൊ നാച്ചുറലി ആ ബില്ലിന് എഫക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ട്രംപിന് താരിഫ് ചുമത്താനായിട്ട് പല പല വഴികളുണ്ട്. അത് നിയമനിർമ്മാണം കൂടാതെ അന്നത്തെ ഇതിനോട് റീജോയിന്റ് ചെയ്ത ബ്രെറ്റ് കാവന പോലുള്ള ജസ്റ്റിസസുമാര്, സുപ്രീം കോടതി ജസ്റ്റിസസുമാര് വളരെ ക്ലിയർ ആയിട്ടുള്ള അതിനുള്ള പ്രൊവിഷൻസ് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ നാച്ചുറലി അതിനുള്ളൊരു ഇപ്പം ട്രംപിന് വേറെ എക്സിക്യൂട്ടീവ് ഓർഡറുകളായിട്ട് വരാനുള്ള സാധ്യത എല്ലാം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് സാധ്യതയുണ്ട്. സെനറ്റിൽ പാസ്സായ ബില്ല് ഹൗസ് തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇന്ത്യനെ പണിഷ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ട്രംപിന്റെ ഒരു ഗോളല്ല. ട്രംപ് ഈ ട്രേഡിന്റെ കാര്യത്തിൽ എപ്പോഴും ടിറ്റ് ഫോർ ടാറ്റ് നടപടികളാണ് ട്രംപിന്റെ. അതായത് നമ്മള് ബാക്കിയുള്ളവർ നമ്മളോട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുക. ആ ഒരു മെന്റാലിറ്റിയിലാണ് ട്രംപ് ഈ താരിഫ് ഇന്ത്യക്കെതിരായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഇതിന്റെ കൂടെ എല്ലാം ട്രംപ് എപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യ ഈസ് അവർ സ്ട്രാറ്റജിക് പാർട്ട്ണർ. ഈ അടുത്ത കാലത്ത് ട്രംപ് പറഞ്ഞു, മോഡിനോട് പറഞ്ഞു, ഇന്ത്യനെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല, വി വിൽ പ്രൊട്ടക്ട് ദം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇതൊരു ഇന്ത്യ US ഒരു സംഭവത്തിൽ കാര്യമായൊരു മാറ്റങ്ങൾ ഈ ഇലക്ഷൻ കാരണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം മെയിനായിട്ട് ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ട്രംപ് ചെയ്യാൻ ശ്രമിച്ചത് എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വഴിയാണ്, നിയമനിർമ്മാണം വഴിയല്ല. നമ്മളിപ്പം സംസാരിക്കുന്നത് നിയമനിർമ്മാണം നടത്താൻ കപ്പാസിറ്റിയുള്ള സെനറ്റിനെ കുറിച്ചും കോൺഗ്രസിനെ കുറിച്ചുമാണ്. അപ്പൊ അവരില്ലാതെ തന്നെയാണ് ട്രംപ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ നാച്ചുറലി അതൊരു വലിയ ചേഞ്ച് അതിനകത്ത് വരാൻ പോകുന്നില്ല. ഓൺലി തിങ് ഈസ് ഇഫ് ഡെമോക്രാറ്റ്സ് വിൻ ബിഗ് കോൺഗ്രസ് ആൻഡ് ഹൗസ്, then they will start impeachment and then Trump will become busy dealing with the impeachment. അപ്പോൾ നാച്ചുറലി അവിടെയാണ് അതിനകത്തുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് ട്രംപിന് ഉണ്ടാകാൻ പോകുന്നത്.
റീസെൻ്റ്ലി മറ്റൊരു പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിൻ്റായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് വെസ്റ്റ് വെർജീനിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ്മാൻ റൈലി മൂറിൻ്റെ ഭാഗത്തുനിന്ന് FCRയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. അറ്റാക്ക് ഓൺ ക്രിസ്ത്യൻസ് എന്ന രീതിയിലാണ് റൈലി മൂർ ഈ FCR ബില്ലിനെ എടുത്തു പറഞ്ഞത്. ഇന്ത്യ US ടൈസൊക്കെ വളരെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ആവുമെന്നും പറയുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ഒഫീഷ്യൽ സ്റ്റാൻഡാണോ കോൺഗ്രസ്മാൻ റൈലി മൂറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അതൊരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണോ? ഏതെങ്കിലും ഒരു രീതിയിൽ ഈ ഒരു FCR ബിൽ ഇന്ത്യ US റിലേഷൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ ഫ്രം യുവർ പെർസ്പെക്റ്റീവ്? വിൻസെൻസോ? നോട്ട് റിയലി. FCR ബിൽ എന്ന് പറയുന്നത് നാച്ചുറലി റിപ്പബ്ലിക്കൻസ്, ഇപ്പോൾ കോൺഗ്രസ്മാൻമാരായാലും സെനറ്റർമാരായാലും ആരും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഭവം ആയിരിക്കാൻ സാധ്യതയില്ല. ഈ റൈലി മൂർ എന്ന് പറയുന്ന പേഴ്സൺ, പുള്ളി ഒരു ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ ടൈപ്പ് ഒരു ലീഡറാണ്, ട്രംപിന്റെ വലങ്കൈയാണ്. അപ്പോൾ നാച്ചുറലി ഇന്ത്യൻ ക്രിസ്ത്യൻസ് ഇതിന്റെ ഒരു കൺസേൺ പുള്ളിയുടെ മുമ്പിൽ എത്തിക്കുകയും ഇതിന് കൂടുതൽ ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി പുള്ളി ആ സ്റ്റേറ്റ്മെന്റ് ഇറക്കി എന്നുള്ളതാണ്. അതല്ലാതെ ഒരു മാസീവ് ആയിട്ടുള്ള ഒരു അപ്പീലൊന്നും അല്ലെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിലെ ഒരു പ്രശ്നമൊന്നും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. ബിക്കോസ് ട്രംപ് ആസ് എ പ്രസിഡന്റ്, ട്രംപിന്റെ ബിലീഫ് ഈ ഓരോ രാജ്യങ്ങളും അവരുടെ കാര്യം ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളൊരു ബിലീഫ് ഉള്ള ഒരാളാണ്. ഇപ്പോൾ FCR എന്ന് പറയുന്ന ആ നിയമം, ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന നിയമം, അതിനകത്ത് ഞാൻ ട്രബിൾ കാണുന്നുണ്ട് പേഴ്സണലി. ബിക്കോസ് അത് ആ ഒരു ടേക്ക് ഓവർ, അതായത് FCR നിയമങ്ങൾ മൈനോറിറ്റി അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ്സ് പാലിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വാല്യൂ, അവരുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്യാൻ സമയത്ത് ചെയ്തില്ലെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ഗവൺമെന്റിന് അവരുടെ അസറ്റ്സ്, FCRയിൽ നിന്ന് വന്ന അസറ്റ്സോ FCR കൊണ്ട് ഉണ്ടാക്കിയ അസറ്റ്സോ ടേക്ക് ഓവർ ചെയ്യാം എന്നുള്ളത് പറയുന്ന ഒരു ഡ്രാക്കോണിയൻ ലോ ആണ്. അതിന് യാതൊരു സംശയവും ഇല്ല. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ബിക്കോസ് we need regulations, we need to control FCR, we need to make sure that they renew, but at the same time അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തില്ലെങ്കിൽ അതൊരു ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ഡിലേ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഫോറിനിൽ നിന്ന് വന്ന അസറ്റ്സോ ഫോറിനിൽ നിന്ന് വന്ന അസറ്റ് കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങളോ ഗവൺമെന്റിന് ടേക്ക് ഓവർ ചെയ്യാം എന്ന് പറയുന്നത് ഒരു ഡ്രാക്കോണിയൻ ലോ തന്നെയാണ്. അത് ഐ ബിലീവ് ഇന്ത്യയിൽ തന്നെ അതിനുള്ള ഒരു കറക്ഷൻ ഉണ്ടാവും. ബിക്കോസ് ആൾക്കാർക്ക് ഇത് കേട്ട് കഴിയുമ്പോൾ നാച്ചുറലി മോഡി ഗവൺമെന്റിന് തന്നെ അത് ഫീൽ ചെയ്യും, യെസ് ദിസ് ഈസ് ടു മച്ച് എന്ന് ഫീൽ ചെയ്യും, അതിന് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷേ എന്താണെങ്കിലും ട്രംപ് അതിനകത്തൊരു പേഴ്സണൽ പൊസിഷൻ എടുക്കാനോ ഒരു പബ്ലിക്കായിട്ട് ഇന്ത്യനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു സംഭവം ട്രംപിന്റെ ഭാഗത്തുണ്ടാവില്ല. ബിക്കോസ് ഇന്ത്യ ഒരു ദേശീയതയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെയാണ് അമേരിക്കയിലെ ട്രംപും. ഈ ഡെമോക്രാറ്റ് പാർട്ടിയോ കമ്മ്യൂണിസ്റ്റുകളോ ഇടതുപക്ഷ ചിന്താഗതിക്കാരോ അവർ ആ ദേശീയതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാത്ത ഗ്രൂപ്പുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രംപിന്റെ നാച്ചുറൽ അലയാണ് മോഡി. ബിക്കോസ് ഇന്ത്യൻ ദേശീയതയാണ് മോഡി പറയുന്നത്, അമേരിക്കൻ ദേശീയതയാണ് ട്രംപ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ FCR ഒരു വലിയൊരു പ്രശ്നമായിട്ട് അവർ തമ്മിൽ വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നില്ല. തിരികെ വരാം വിൻസെന്റ് സാർ. ഡേവിസ് അറക്കൽ, നമ്മളിപ്പോൾ ചൈനയെ കണ്ടെയ്ൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് റോളുള്ളതുപോലെ തന്നെ റഷ്യയ്ക്കും വലിയൊരു റോള് US വഹിക്കാനുണ്ട് എന്നൊരു തോട്ട് പ്രോസസ്സ് ട്രംപിൻ്റെ പല ഭാഗത്തുനിന്നും ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ റഷ്യയുമായി അടുക്കുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഉള്ളിൽ തന്നെ വളരെ വലിയ രീതിയിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്സ്, എതിരെ വളരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി പാസ്റ്റ് അവേ ആയ ലിൻസി ഗ്രഹാം ഒക്കെ വളരെ വലിയ രീതിയിൽ റഷ്യക്കെതിരെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ US മിഡ് ടേം ഇലക്ഷൻസിൽ ചൈന കണ്ടെയ്ൻമെൻറ്റ് ഒരു വലിയ പോളിസി ആയിട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ട്രംപ് റഷ്യയുമായിട്ട് അവരുടെ ഒരു റിലേഷൻസ്, ഇപ്പോൾ യുക്രൈനുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും റഷ്യ റിലേഷനെ ട്രംപ് സ്റ്റിയർ ചെയ്യാൻ സാധ്യത? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിലവിലിപ്പോ വിൻസെന്റ് സാർ പറഞ്ഞതുപോലെ ഒരു ഡെമോക്രാറ്റ് ആധിപത്യമുള്ള ഹൗസുകൾ അല്ലെങ്കിൽ ഹൗസും സെനറ്റും വന്നു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തന്നെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിലേക്ക് കടന്നാൽ, അങ്ങനെ കടക്കുമോ എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. അങ്ങനെ ആ ഒരു പ്രൊസീജിയറിലേക്ക് കടന്നു കഴിഞ്ഞാൽ ട്രംപിന് ഒരു ഫോറിൻ പോളിസി മേക്കിങ്ങോ അല്ലെങ്കിൽ ഒരു ഫോറിൻ പോളിസി ഫോളോ ചെയ്യാനുള്ള ഒരു ടൈമും എനർജിയും എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. പക്ഷെ ഒരു ഡൊമസ്റ്റിക് പൊളിറ്റിക്സിന്റെ ഭാഗമായി എൻട്രഞ്ചായി പോയാൽ, പ്രത്യേകിച്ച് ഒരു ഇംപീച്ച്മെന്റ് പോലെയുള്ള ഒരു നടപടിയിലേക്ക് ഹൗസുകൾ പോകുമ്പോൾ എത്രത്തോളം അങ്ങനത്തെ ഒരു പ്രസിഡന്റിന് ഫോറിൻ പോളിസി രംഗത്ത് എത്രത്തോളം അത് ആക്റ്റീവായി നിലനിൽക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ഇനി കാണാൻ പോകുന്ന ഒരു പൂരം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്,
ട്രംപ് തുടക്കത്തിലെ മുതൽ ട്രംപ് പറഞ്ഞത് റഷ്യ ഉക്രൈൻ സംഘർഷം അതിനൊരു അവസാനം കാണണം, അതിനൊരു അവസാനം കാണും എന്ന് തന്നെയാണ്. അതിനോടനുബന്ധിച്ച് തന്നെ വളരെയധികം ചർച്ചകളും അല്ലെങ്കിൽ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴോ ഒരു പകുതി, ഒരു 50% അല്ലെങ്കിൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു സീസ് ഫയർ അല്ലെങ്കിൽ ആ ഒരു പീസ് പ്ലാൻ തന്നെ ഡ്രോപ്പ് ഔട്ട് ആയി പോയി എന്ന് നമ്മൾ കാണണം. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള സംഘർഷങ്ങളിൽ അമേരിക്ക ഇന്ന് എൻട്രഞ്ചഡ് ആണ്. അതിന്റെ കൂടെ തന്നെയാണ് ഞാനത് എടുത്തു പറയാൻ കാരണം ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, വെസ്റ്റ് ഏഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ഇസ്രായേലും പലസ്തീനും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ഇങ്ങനെയുള്ള പല മുഖങ്ങളിൽ, ഇങ്ങനെയുള്ള പല ഫോറിൻ പോളിസി എൻഗേജ്മെന്റുകളിൽ അമേരിക്ക ഇടപെട്ടിരിക്കുന്ന അല്ലെങ്കിൽ എൻട്രഞ്ച്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ ശ്രദ്ധിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ കൂടെയാണ് ഇപ്പോൾ മിഡ് ടേം ഇലക്ഷൻസ് വരാൻ പോകുന്നതും അതിനോടനുബന്ധിച്ച് വരുന്ന US ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഷിഫ്റ്റുകളും. അപ്പൊ നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ത്യയെ ബന്ധപ്പെടുത്തി പറയുമ്പോൾ അമേരിക്ക ഇന്ത്യ റിലേഷൻഷിപ്പ്, അതിൽ റഷ്യ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. ബിക്കോസ് നമുക്കറിയാം ഇന്ത്യ റഷ്യ എന്ന് പറയുന്നത് ഒരു ഓൾ വെതർലി ഫ്രണ്ട്ലി വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോ ഒരു മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഈ താരിഫ് വാർ ഒക്കെ നടക്കുന്നതിന് മുന്നേ തന്നെ അത് എനിക്ക് തോന്നുന്നു റഷ്യ ആയിട്ടുള്ള ഇന്ത്യൻ ബന്ധമാണ് US ഇന്ത്യ താരിഫ് പ്രോബ്ലംസിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോ അതിൽ മാറ്റം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു കോൺസെപ്റ്റ് ഓഫ് സ്ട്രാറ്റജിക് ഓട്ടോണമി ഇപ്പോഴും റെലവെന്റ് ആയി നിൽക്കുന്നത്. അപ്പൊ അതില് രണ്ട് സിനാരിയോസ് ആണുള്ളത്. അതായത് US ഫേസസ് എ ചോയ്സ് ആസ് എ ഇന്ത്യ ആസ് എൻ ഓട്ടോണമസ് ഗ്രേറ്റ് പവർ പ്ലെയർ, അല്ലെങ്കിൽ ഇന്ത്യ ആസ് എൻ അലൈ എക്സ്പെക്ടഡ് ടു അലൈൻ വിത്ത് അമേരിക്കൻ പ്രയോറിറ്റീസ്. ഇതിൽ രണ്ടാമത്തെ പറഞ്ഞ അലൈ എന്നുള്ളത് കുറച്ച് അത് നടക്കാത്ത കാര്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ റിപ്പബ്ലിക്കൻസ് സെനറ്റും കോൺഗ്രസിലും വിജയിച്ച് തിരിച്ചു വന്നാൽ ട്രംപ് ശക്തനാവും, ഉറപ്പാണ്. ട്രംപ് ശക്തനാവും. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വളരെ സ്ട്രോങ് ആയി മുന്നോട്ട് പോവും. അപ്പോഴും ഈ ഫോറിൻ പോളിസിയിലെ ഷിഫ്റ്റ് ഉണ്ടാവുമോ? ഈ സ്ട്രാറ്റജിക് വാംത്ത്നെസ്, അല്ലെങ്കിൽ വളരെയധികം എടുത്തു പറയുന്ന ട്രംപ് മോഡിയോട് പറഞ്ഞതുപോലെ യു ആർ അവർ സ്ട്രാറ്റജിക് പാർട്ട്ണർ എന്ന് പറയുന്ന അതിൽ നിന്ന് മാറി റഷ്യ എന്നുള്ളൊരു ഫാക്ടർ മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരായി പ്രവർത്തിക്കുമെന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഇത് മനസ്സിലാക്കേണ്ടത്, US ഫോറിൻ പോളിസി ടുവേർഡ്സ് ഇന്ത്യ, US ഇന്ത്യയോട് കാണിക്കുന്ന ഫോറിൻ പോളിസിക്ക് ഒരു ഡെഫിനിഷൻ ആണുള്ളത്. അതായത് സ്ട്രാറ്റജിക്കലി വാം ബട്ട് ഇക്കണോമിക്കലി ട്രാൻസാക്ഷണൽ. അത് വിൻസെന്റ് സാർ പറഞ്ഞതുപോലെ ഇക്കണോമിക്കൽ അല്ലെങ്കിൽ സാമ്പത്തികമായി ഞങ്ങൾക്ക് ബിസിനസ് ആണ്, പക്ഷെ സ്ട്രാറ്റജിക്കലി ഞങ്ങൾ വളരെയധികം അതിനെ ബഹുമാനിക്കുന്നു. അതിന് കാരണം ചൈനയാണ്. ചൈന എന്ന് പറയുന്ന രാജ്യം അത് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുമുള്ള ഡിപ്ലോമാറ്റിക് ജിയോ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ്സ്, അതിനെ കൗണ്ടർ ചെയ്യാനായി ഇൻഡോ പസഫിക്കിൽ ഇന്ന് US-ന് ആകെക്കൂടിയുള്ളത് ഇന്ത്യയാണ്. ആ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് US-ന് എത്രത്തോളം ചൈനയെ കൗണ്ടർ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഇൻഡോ പസഫിക് ഫോറിൻ പോളിസി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് അത് സാധിക്കില്ല. അതൊരിക്കലും സാധിക്കാത്ത ഒരു സ്ട്രാറ്റജിക്കലി മിസ്റ്റേക്ക്, അത് വളരെയധികം സ്ട്രാറ്റജിക് മിസ്റ്റേക്ക് ആയിരിക്കും. ഇപ്പൊ വെസ്റ്റ് ഏഷ്യ എത്രത്തോളം അമേരിക്കയെ ഒരു തിരിച്ചു വരാനാവാത്ത ഒരു യുദ്ധത്തിലേക്ക് കടത്തിവിട്ടോ, അതുപോലെയായിരിക്കും ഇന്ത്യയെ തള്ളിക്കൊണ്ട് ഇൻഡോ പസഫിക്കിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ അമേരിക്ക പോയാൽ ഉണ്ടാവുന്ന അത് ബാക്ക്ലാഷ്, അത് ബാക്ക്ഫയറിങ് വ്യക്തമാണ്. വിൻസെന്റ് സാർ, നമ്മളിപ്പോൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്നൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ H-1B വിസ ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഉണ്ട്. അതുകൂടാതെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്നെ പ്രമുഖരുടെയൊക്കെ ഇമിഗ്രേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വളരെ വലിയ രീതിയിൽ ഇന്ത്യൻ ഒറിജിൻ കമ്മ്യൂണിറ്റിക്കുള്ളിൽ തന്നെ ഒരു ഭീതി
പടർത്തുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. എങ്ങനെയായിരിക്കും H1B വിസ ഇഷ്യൂസും ഇമിഗ്രേഷൻ പോളിസി, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഓവറോൾ ഇമിഗ്രേഷൻ പോളിസിയും ഒക്കെ ഈ ഒരു US മിഡ് ടേം ഇലക്ഷൻസിൽ ഇമ്പാക്റ്റ് ചെയ്യുക? ഇന്ത്യൻ കമ്മ്യൂണിറ്റി വളരെ മാസീവായിട്ട് ഡെമോക്രാറ്റ് പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇതിനു മുമ്പുള്ള ഇലക്ഷനുകളിൽ ഉണ്ടായിട്ടുള്ളത്. അത് ട്രംപിന്റെ സമയത്ത് കുറച്ചൊന്ന് ബെറ്റർ ആയി എന്നുള്ളതല്ലാതെ അതൊരിക്കലും മെജോറിറ്റി ഒരിക്കലും റിപ്പബ്ലിക്കൻസിന് കിട്ടിയിട്ടില്ല ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആ ഒരു ഈ H1-നെതിരായി ഉണ്ടായിട്ടുണ്ടാവുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ ടാരിഫ് സംഭവങ്ങൾ ജനറലായിട്ട് ഇവിടെയുള്ള എക്കണോമിക് പ്രശ്നങ്ങളെക്കാളും വലുതൊന്നുമല്ല. ഇവിടെ ഇപ്പൊ ജനറൽ ആയിട്ടുള്ള എക്കണോമിക് പ്രശ്നങ്ങൾ, സാധനങ്ങൾക്ക് വില കൂടുന്നു, ഗ്യാസ് അടിക്കാൻ പോകുമ്പോൾ വില, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു മലയാളിക്ക് എടുത്തു കഴിഞ്ഞാൽ ആവറേജ് മലയാളീസ് ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ്, അവർ ബിസിനസ്സുകാരല്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഒരു തിരിച്ചടി, ഇത്ര പെട്രോളിന് വില കൂടുകയും എല്ലാ സാധനങ്ങൾക്കും വില കൂടുകയും ചെയ്യുന്നത്, അതാണ് അവരുടെ മേജർ കൺസേൺ. H1-നേക്കാളും അല്ലെങ്കിൽ ടാരിഫിനേക്കാളും എല്ലാം അവരെ മേജറായിട്ട് അവരെ കൺസേൺ ചെയ്യുന്നത് ഇവിടുത്തെ വിലക്കയറ്റമാണ്. അപ്പോൾ ട്രംപിനോടുള്ള പോളിസിയിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യൻസ് കാര്യമായ രീതിയിൽ അതിനുള്ളൊരു നമ്പർ കുറയാൻ പോകുന്നില്ല. ബിക്കോസ് ഓൾറെഡി ട്രംപിന് ഇന്ത്യക്കാരുടെ ഇടയിൽ സപ്പോർട്ട് കുറവാണ്. അത് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ ഇപ്പം ഈ റഷ്യയുടെ കാര്യം നേരത്തെ പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ട്രംപ് എപ്പോഴും ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന സമവാക്യങ്ങൾ മാറ്റി എഴുതാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ പുള്ളി എല്ലാം ഒരു ബിസിനസ് കണ്ണുകളിൽ കൂടിയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇറാനോടാണെങ്കിൽ പോലും ഇവിടുത്തെ മിലിറ്ററി എക്സ്പെർട്സും ഈ ലിൻസി ഗ്രഹാമും ഇവരെല്ലാം പറഞ്ഞിട്ടും, അതായത് എക്സ്ട്രീം സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷനാണ് അവരോട് വേണ്ടതെന്ന് പറഞ്ഞിട്ടും പുള്ളി ജനങ്ങൾ മരിക്കാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി ഒരു സോഫ്റ്റ്വെയർ അപ്രോച്ചാണ് പുള്ളിയുടെ ജനറൽ അപ്രോച്ച്. മിലിറ്ററി ഇൻസ്റ്റലേഷൻസിനെ മാത്രം അറ്റാക്ക് ചെയ്യുക, ലീഡേഴ്സിനെ അറ്റാക്ക് ചെയ്യുക, ആ ഒരു പോളിസിയെ പുള്ളി എടുത്തിട്ടുള്ളത്. ഇപ്പൊ റഷ്യയുടെ കാര്യത്തിൽ ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ റഷ്യ അമേരിക്കയ്ക്ക് എതിരായിട്ടിരിക്കേണ്ട ഒരു കാലം കഴിഞ്ഞു എന്ന് ട്രംപ് വിശ്വസിക്കുന്ന ഒരാളാണ്. ബിക്കോസ് റഷ്യ ഈസ് നോ മോർ എ കമ്മ്യൂണിസ്റ്റ് കൺട്രി. പുള്ളിക്ക് എപ്പോഴും കൺട്രോൾ ഉള്ള ലീഡേഴ്സുമായിട്ട് ഡീൽ ചെയ്യാൻ പുള്ളിക്ക് താല്പര്യം. ബിക്കോസ് പുടിൻ ഈസ് കൺട്രോളിംഗ് ദി എൻറ്റയർ റഷ്യ. അതുകൊണ്ട് തന്നെയാണ് ഈ വാറിൽ അത്രയും സ്ട്രോങ് ആയിട്ട് യുക്രൈന്റെ കൂടെ കൂടാതെ ഈ പുടിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ട്രംപ് ചെയ്തിട്ടുള്ളത്. ഇതുവരെ സെലൻസ്കിയോട് വഴക്കുണ്ടാക്കുകയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഇൻ സ്പൈറ്റ് ഓഫ് US മിലിറ്ററി എന്റർപ്രൈസ്, US ഫോറിൻ പോളിസി എക്സ്പെർട്സ് ടെല്ലിംഗ് അതർവൈസ്, ഇൻക്ലൂഡിംഗ് ലിൻസി ഗ്രഹാം, ഹിസ് ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ട്രംപ് എല്ലാ കാര്യത്തിലും പുള്ളിയുടേതായിട്ടുള്ള ഒരു ബിസിനസ് അപ്രോച്ച് കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി പ്രതീക്ഷിക്കുന്നു. അതായത് പുള്ളി അത് ട്രൈ ചെയ്യുന്നതിൽ തകരാറില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കുന്നതിന് വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള റീസൺസും ഹിസ്റ്റോറിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്. അപ്പൊ ട്രംപ് തിരുത്തിയാലും ആ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇന്ത്യയുടെ മോഡിക്ക് ട്രംപുമായിട്ട് എന്തോരം ഫ്രണ്ട്ഷിപ്പാന്ന് പറഞ്ഞാലും ഇതുവരെയുള്ള അമേരിക്ക ഇന്ത്യ പോളിസികൾ ഒരു ദിവസം മാറ്റിമറിക്കാൻ പറ്റില്ല. ബിക്കോസ് അവിടെ പ്രതിപക്ഷമുണ്ട്, അവിടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ മോഡി ഫേസ് ചെയ്യേണ്ടി വരും. അമേരിക്കയുടെ അലയായിട്ട് മാറാൻ മോഡി തയ്യാറായി കഴിഞ്ഞാൽ. അത് പക്ഷേ ട്രംപ് ചിന്തിക്കുന്നത് എന്താണ്, ഞങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്തോളാം, വൈ ഡോണ്ട് യു ബിക്കം എൻ അലൈ. ഇതാണ് ട്രംപിന്റെ അപ്രോച്ച്. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല, ബിക്കോസ് ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങൾ നമുക്കറിയാം. അതുപോലെ തന്നെയാണ് റഷ്യയുടെ സിറ്റുവേഷനും. ഇപ്പൊ ഒരു പുടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. ആ വ്യക്തിയായിട്ട് എന്തോരം ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയാലും നാച്ചുറലി അവിടുത്തെ എക്സിസ്റ്റിംഗ് ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അവര് അതിനൊരു പെട്ടെന്നൊരു അയവുണ്ടാക്കാൻ അവർക്ക് പറ്റില്ല. ബിക്കോസ് അവർക്ക് സംശയമാണ്. അമേരിക്ക എന്ത് പറഞ്ഞാലും അതിനെ സംശയത്തോടെ കാണുന്നവരാണ് റഷ്യയിൽ ഇതുവരെയുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്. അപ്പോൾ ട്രംപ് ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതും അല്ലെങ്കിൽ മടങ്ങി വരാം. ഡേവിസ് ആർക്കിൽ നമ്മൾ കേൾക്കാമോ? കേൾക്കാണ്ട് സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഇപ്പൊ റീഗന്റെ കാലത്ത് ഗോർബച്ചേവുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് അവിടെ സോവിയറ്റ് കമ്മ്യൂണിസത്തിന് ഇല്ലാണ്ടാക്കാൻ റീഗന് സാധിച്ചത്. അപ്പൊ അതുപോലെയാണ് ട്രംപ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ഈ പുടിൻ അങ്ങനെ ഒരു പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ഒരാളല്ല. ഈസ് എ വെരി കൺട്രോൾഡ് ഗായ്. ആൻഡ് പുള്ളി ഒരു റഷ്യൻ സുപ്രീമസിയിൽ വിശ്വസിക്കുകയും കൂടി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നാച്ചുറലി റഷ്യ ആയിട്ടുള്ള ഒരു ഇക്വേഷനിൽ ഈ ട്രംപിന്റെ ഗെയിമുകൾ ട്രംപിന്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിം ഇപ്പൊ എല്ലാവരോടും പറയുന്നത് ഹീസ് മൈ ഫ്രണ്ട്, മോഡി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, സി ജിൻപിങ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, നമുക്കറിയാം. അവർ തമ്മിൽ കോമ്പറ്റീറ്റേഴ്സ് ആണ്. പക്ഷെ ട്രംപ് അങ്ങനെ പറയുന്നു. അപ്പൊ അത് വർക്ക് ചെയ്യാത്തതിന്റെ ഒരു മെയിൻ കാരണം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്ട്സ് ട്രംപ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഈവൻ ദോ പുള്ളി പറയുന്നതിനകത്ത് ലോജിക് ഉണ്ടെങ്കിലും എന്തിനാ റഷ്യ നമ്മുടെ എതിരാളി ആയിരിക്കണം? കമ്മ്യൂണിസം ഇല്ലാത്തൊരു രാജ്യം, ഒരാൾക്ക് കൺട്രോൾ ഉള്ള രാജ്യം, ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ പോലെ അമേരിക്കയുടെ ഫ്രണ്ടായിട്ടിരിക്കേണ്ട ഒരു രാജ്യമല്ല റഷ്യയും. അതുപോലെ തന്നെ ഇന്ത്യ സെയിം തിങ്. എന്തിനാ ഇന്ത്യക്ക് ഒരു ഡ്യൂവൽ അപ്രോച്ച് വേണം? ഞങ്ങൾ പറയുന്നത് കേട്ടു നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്യില്ലേ. പക്ഷെ ഇത് ഇന്ത്യയിൽ നടക്കില്ല. എക്സ്ട്രീം ഈഗോ ഉള്ള ഒരു സിസ്റ്റം, അവിടെ ചേരുചാരായ്മയും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഇത് നടക്കാൻ പോകുന്നില്ല. അപ്പൊ ഈ നടക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് അവിടേക്ക് ഈ ഫെയിലിയർ ഉണ്ടാവുന്നത്. ട്രംപിന്റെ അപ്രോച്ച് കറക്റ്റ് ആണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ ദി ലോക്കൽ കൺട്രീസ്
for Russia and for India to follow Trump's lead, in spite of them considering him a good friend, like Modi is considering, like Putin is considering. വിൻസെന്റ് സാർ, ഇന്ത്യൻ ഒറിജിൻ ഇലക്ട്രേറ്റ് പ്രിഡോമിനൻ്റ്ലി ഡെമോക്രാറ്റിക് ഫേവേർഡ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, എന്ന് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിലും, നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിന് വേണ്ടി യു എസിൽ എത്തിയ ഒരു ഇലക്ഷൻ റാലിയിലൊക്കെ പങ്കെടുത്തതിന് ശേഷം ഒരു ഗുഡ് എമൗണ്ട് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇലക്ട്രേറ്റെങ്കിലും ഡൊണാൾഡ് ട്രംപിന് അനുകൂലമായി പബ്ലിക്കായിട്ട് വരെ പുറത്തു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ വലിയൊരു മാറ്റം ഡൊണാൾഡ് ട്രംപിന് അതിലൂടെ കിട്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ സപ്പോർട്ട് ഈ ഒരു മിഡ് ടേം ഇലക്ഷനിൽ തിരിച്ച് ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് പോകും എന്ന് സാറിന് തോന്നുന്നുണ്ടോ? പോകും, കുറച്ച് പോകും. ബിക്കോസ് ഡെഫിനറ്റ്ലി ഇന്ത്യൻസ് ഓവറോൾ സഫർ ചെയ്യുവാണ്. അതിൻ്റെ കൂടുതൽ ഇന്ത്യ, അവരുടെ മദർലാൻഡ്, അതിനെതിരായിട്ട് ട്രംപിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നുള്ള ജനറൽ ഫീലിംഗ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡെമോക്രാറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യൻസിൻ്റെ വോട്ട്, ഇന്ത്യൻ അമേരിക്കൻ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ വോട്ട് ഡെഫിനറ്റ് ആയിട്ടും കഴിഞ്ഞ ഇലക്ഷനിൽ കിട്ടിയതിനേക്കാളും കുറവായിരിക്കും ട്രംപിന് കിട്ടാൻ പോകുന്നത്. ദാറ്റ് മീൻസ് മാസീവായിട്ടൊരു ഷിഫ്റ്റ് ഡെമോക്രാറ്റ്സിന്റെ സൈഡിലേക്ക് ഉണ്ടാവും. അത് ചില ഡിസ്ട്രിക്റ്റുകളിലൊക്കെ അതുകൊണ്ട് മാറ്റം ഉണ്ടാവുകയും ചെയ്യും. ഇന്ത്യൻസ് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ചില ഡിസ്ട്രിക്റ്റുകളിൽ, എസ്പെഷ്യലി ഇപ്പം ടെക്സസിലൊക്കെ ടെലറിക്കോ ഒരു ടൈറ്റ് റേസ് ആണെന്നാണ് കേൾക്കുന്നത്. ഇൻ സ്പൈറ്റ് ഓഫ് ഹിം ബീങ് എ അൺസീരിയസ് കാൻഡിഡേറ്റ്, സ്റ്റിൽ ഇപ്പോൾ ടൈറ്റ് റേസ് ആണെന്നാണ് കേൾക്കുന്നത് ടെക്സസിലൊക്കെ. അപ്പൊ ടെക്സസിലൊക്കെ ഇപ്പൊ ഫോർട്ട് ബെൻ കൗണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻസ് തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച അവിടെ ഒരു കൺവെൻഷന് പോയിട്ടുണ്ടായിരുന്നു, മലയാളി കൺവെൻഷൻ ഫോമയുടെ. അവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ജനറലി എവരിബഡി ഈസ് ഡെഡ് അഗൈൻസ്റ്റ് ട്രംപ് നൗ. ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഞാനവിടെ പോയപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു നമുക്കൊരു റാലി നടത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഓഫീസിൽ പോയി ട്രംപിന് വേണ്ടി ഒരു റാലിയൊക്കെ നടത്തിയതാണ്. പക്ഷേ ആ ഒരു മൂഡല്ല ഇപ്പോൾ ഫോർട്ട് ബെൻ കൗണ്ടിയിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു മലയാളി കൗണ്ടി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ഗുജറാത്തികളും നോർത്ത് ഇന്ത്യൻസും ഒക്കെ താമസിക്കുന്ന, ഒത്തിരി കൂടുതലായിട്ട് താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആ ട്രംപിനോടുള്ളൊരു ഒരു എതിർപ്പ് നാച്ചുറലി ഇലക്ഷനിൽ ഡെമോക്രാറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ചും റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളിൽ, റിപ്പബ്ലിക്കൻ സ്ഥലങ്ങളിൽ. മറ്റുള്ള സ്ഥലങ്ങളിൽ ഓൾറെഡി ഡെമോക്രാറ്റ്സ് ആണ് വിൻ ചെയ്യുന്നത്, അപ്പോൾ അവിടെ അറിയാൻ പോകുന്നില്ല. പക്ഷേ റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകളിൽ, ഇപ്പം ടെക്സസ് പോലെയുള്ള, ഫ്ലോറിഡ പോലെയുള്ള സ്ഥലങ്ങളിൽ, സിറ്റികളിലെ ഈ ഇന്ത്യൻ അമേരിക്കൻ വോട്ട് ഡെഫിനറ്റ്ലി ട്രംപിന്റെ പാർട്ടിനെ ഹെൽപ്പ് ചെയ്യില്ല ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. മടങ്ങി വരാം വിൻസെന്റ് സാർ. ഡേവിസ് അറക്കൽ, നമ്മളിപ്പോൾ ഇന്ത്യ യു എസ് റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വരുന്നത് US പാകിസ്ഥാൻ റിലേഷൻഷിപ്പാണ്. ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ ഒരു മീഡിയേറ്റർ റോൾ എടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. എങ്ങനെയായിരിക്കും ഗോയിങ് ഫോർവേഡ് ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെയും ഡൊണാൾഡ് ട്രംപ് പേഴ്സണലി നോക്കുകയാണെങ്കിലും പാകിസ്ഥാനുമായി ഡീൽ ചെയ്യുന്ന ആ ഒരു രീതിയെ എങ്ങനെയായിരിക്കും ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഉണ്ടാവുക? എങ്ങനെയായിരിക്കും അത് ആ ഒരു ഇന്ത്യ US റിലേഷൻഷിപ്സിൽ ഈ പാകിസ്ഥാൻ ഫാക്ടർ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്? ഇല്ല, അതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ അടുത്ത് മുന്നേ പറഞ്ഞതുപോലെ ഒരു റിസർച്ച് പോളിസി പേപ്പർ പുറത്തു വന്നത്, പ്യൂ റിസർച്ച് സെന്ററിന്റെ ഒരു പേപ്പർ പുറത്ത്, അവർ അനലിറ്റിക്കൽ പേപ്പർ, വളരെ സ്റ്റാറ്റിസ്റ്റിക്കലായി പഠനം നടത്തി പബ്ലിഷ് ചെയ്തൊരു പേപ്പറാണത്. ആ പേപ്പറിൽ പറയുന്നത് അമേരിക്കൻ ഫോറിൻ പോളിസിയോ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനേക്കാളും അവിടുത്തെ പാകിസ്ഥാനിലുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു പൊതുവെ ഉള്ളൊരു മൂഡ് എന്ന് പറയുന്നത് ചൈനയോടാണ്. ചൈനയോട് അവർക്ക് വളരെയധികം ആഭിമുഖ്യമുണ്ട് പാകിസ്ഥാനിലെ ജനങ്ങൾക്ക്. അതൊരു ട്രെൻഡാണ്. അത് ഈ റീജിയണിൽ ഒരു ട്രെൻഡ് തന്നെയാണ്. അതായത് എത്രത്തോളം ചൈന പാകിസ്ഥാനിലെ പെനട്രേറ്റ് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാൻ ഇക്കോണമിയിലോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഡെവലപ്മെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിലോ എത്രത്തോളം ചൈന പെനട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു മൂഡാണ് ആ കാണുന്നത്. അത് കണക്കിലെടുക്കുകയാണെങ്കിൽ പാകിസ്ഥാനോടുള്ള അമേരിക്കയുടെ ബന്ധം അത് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ബിക്കോസ് പാകിസ്ഥാൻ ആൻഡ് US അതൊരു ഹിസ്റ്റോറിക്കൽ അലയാണ്. പല ഘട്ടങ്ങളിലും പാകിസ്ഥാനെ സഹായിച്ചത്, അത് ഇന്ത്യക്ക് എതിർപ്പുണ്ടായിട്ടും പാകിസ്ഥാനെ സഹായിച്ചത് അമേരിക്ക തന്നെയാണ്. അപ്പോൾ എത്രത്തോളം അത് പാകിസ്ഥാനെ എതിരായി പോകും എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഒരിക്കലും അമേരിക്കയുടെ അലയല്ല. അതായത് ഇന്ത്യക്ക് എപ്പോഴും ഇന്ത്യയുടെ സ്വന്തം സ്ട്രാറ്റജിക് ഓട്ടോണമി അല്ലെങ്കിൽ ഫോറിൻ പോളിസി ഓട്ടോണമി ഇന്ത്യ എപ്പോഴും നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അതിലെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ക്വാഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയയും അമേരിക്കയും ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു മൾട്ടിലാറ്ററൽ ഡിപ്ലോമാറ്റിക് ഫ്രെയിംവർക്ക്. ആ ഫ്രെയിംവർക്ക് ഒരിക്കലും ഒരു മിലിറ്ററി ലെവലിലേക്ക് ഒരു ഒഫീഷ്യൽ മിലിറ്ററി അലയൻസ് ആയി ഉയർത്താൻ ഇന്ത്യക്ക് താല്പര്യമില്ല.
അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്തോ പസഫിക് റീജിയനിൽ, ഇന്ത്യൻ ഓഷൻ, സ്പെസിഫിക്കലി ഇന്ത്യൻ ഓഷൻ റീജിയനിൽ ഇന്ത്യയുടെ ഓട്ടോണമി, ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഇൻഡിപെൻഡൻസ്, അത് പണയം വയ്ക്കാൻ ഇന്ത്യക്ക് യാതൊരു ആഗ്രഹവുമില്ല. അത് ആർക്കായാലും, അതായത് അത് യുഎസിന് വേണ്ടി, യുഎസ് ഓപ്പറേഷൻസിന് വേണ്ടി അത് വിട്ടുകൊടുക്കാൻ ഇന്ത്യക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യ ഒരു സൂപ്പർ പവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യ ഒരു ന്യൂക്ലിയർ കൺട്രിയാണ്. മിലിറ്ററിലി ഇന്ത്യ ഈ റീജിയനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആണ്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ചൈനയെ കൗണ്ടർ ചെയ്യാൻ അമേരിക്കയ്ക്ക് സ്വയം ഫോറിൻ പോളിസിയോ അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഓട്ടോണമിയോ വിട്ടുകൊടുത്താൽ ഭാവിയിൽ അതെങ്ങനെ ബാക്ക് ഫയർ ചെയ്യുമെന്ന് നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഫോറിൻ പോളിസിയും അല്ലെങ്കിൽ ഫോറിൻ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം സമയമാണ്. ഇത് മാറി മറിയാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ സ്ട്രാറ്റജിക് ഓട്ടോണമിയും ആ സ്ട്രാറ്റജിക് അലൈൻമെന്റും എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് അത് ഇപ്പൊ തന്നെ എല്ലാം അമേരിക്കയുടെ അലയാവാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ അത് എത്രത്തോളം നമുക്ക് ഗുരുതരമായ വിപത്തുകൾ ഉണ്ടാക്കും എന്ന് ഇന്ത്യക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. അതേ ഒരു അനാലിസിസ് ആണ് നമ്മൾ പാകിസ്ഥാനായും കാണേണ്ടത്. ബിക്കോസ് പാകിസ്ഥാൻ എത്രത്തോളം ചൈനയുടെ അടുത്താലും പാകിസ്ഥാൻ ഇന്നും US മിലിറ്ററിലി ആൻഡ് ഇക്കണോമിക്കലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അങ്ങനെ ഒരു രാജ്യത്തോട് അമേരിക്ക വേറൊരു സ്ട്രാറ്റജിക് അല്ലെങ്കിൽ വേറൊരു ഫോറിൻ പോളിസി അപ്രോച്ച് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഇന്നും പാകിസ്ഥാൻ അമേരിക്കയുടെ ഒരു എലയാണ്. ബിക്കോസ് അമേരിക്ക പാകിസ്ഥാനെ വളരെ സ്ട്രോങ് ആയിട്ട് എലയായി വെക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ സ്ട്രാറ്റജിക് ഓട്ടോണമിയിലുള്ള കോൺസെൻട്രേഷൻ ആണ്. അതൊരിക്കലും ഇന്ത്യ ഫ്ലൂയിഡ് അല്ല ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എത്രത്തോളം ഇറാനായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. നമുക്ക് കൾച്ചറലി, ഡിപ്ലോമാറ്റിക്കലി, ഇക്കണോമിക് വൈസ് നമുക്ക് ഇറാനായി നല്ല നല്ല ബന്ധമുണ്ട്. എന്നിട്ട് പോലും അമേരിക്ക ചൂസ് ചെയ്തത് പാകിസ്ഥാനെയാണ്. അതൊരു സ്ട്രാറ്റജിക് കാൽക്കുലേഷനുമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ ഡിപ്ലോമാറ്റിക് ടോക്സിന് വേണ്ടി അമേരിക്ക തെരഞ്ഞെടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ബിക്കോസ് അമേരിക്ക ഉദ്ദേശിക്കുന്ന ഡിപ്ലോമാറ്റിക് ലൈനിൽ പാകിസ്ഥാൻ നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് പാകിസ്ഥാനെ ചൂസ് ചെയ്തത്. ആ ഒരു ഡിപ്ലോമാറ്റിക് ടോക്സിന്റെ സക്സസോ ഫെയിലിയറോ അത് നമ്മൾ ഈ ഘട്ടത്തിൽ കടക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് എവിടെയാണ് എത്തി നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. അപ്പോ അത് ഇത്രയുള്ള കാര്യം. അതായത് ഒരിക്കലും ഈ ഫോറിൻ പോളിസി ഷിഫ്റ്റ്, പാകിസ്ഥാനിലുള്ള ഫോറിൻ പോളിസി ഷിഫ്റ്റ് ഒന്നും ഇപ്പോഴത്തെ മിഡ് ടേം US ഇലക്ഷൻസിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. വ്യക്തമാണ്. വിൻസെന്റ് സാർ, നമ്മളിപ്പോൾ ഓവറോൾ സിറ്റുവേഷൻസ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ഒരു US റിലേഷൻഷിപ്പ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് പ്ലേ ഔട്ട് ചെയ്യുന്നുണ്ട്. US ഇന്ത്യ റിലേഷൻഷിപ്പിൽ ഡെമോക്രാറ്റിക് പാർട്ടി സൈഡിൽ നിന്ന് നോക്കുമ്പോഴും റിപ്പബ്ലിക്കൻ പാർട്ടി ലൈൻസിൽ നിന്ന് നോക്കുമ്പോഴും വിൻസെന്റ് സാർ മുമ്പ് പറഞ്ഞതുപോലെ ട്രംപിന് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും സിസ്റ്റംസ് ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പാകിസ്ഥാനുമായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റം ഹൗസ് റെപ്രസെൻറ്റേറ്റീവ്സിലും സെനറ്റിലും ഡെമോക്രാറ്റ്സ് വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും ചേഞ്ച് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ വിൻസെന്റ് സാർ കാണുന്നുണ്ടോ? പാകിസ്ഥാനുമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മളിപ്പം നോക്കി കണ്ടു കഴിഞ്ഞാൽ ഇപ്പം പാകിസ്ഥാനോട് ജനറലി ഈ ബന്ധമുള്ളപ്പോഴും ഇന്ത്യയായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ തയ്യാറായിട്ടുള്ള ഈ റീസെന്റ് കാലഘട്ടത്തിലുള്ള പ്രസിഡന്റുമാർ റിപ്പബ്ലിക്കൻസ് ആണ്. അപ്പോൾ ഇപ്പം ജോർജ് ബുഷ് ആയാലും ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കുകയും അത് കഴിഞ്ഞിപ്പം ഇപ്പോൾ ട്രംപാണ് ആദ്യമായിട്ട് പറഞ്ഞത് ദിസ് ഈസ് അവർ ബെസ്റ്റ് അലൈ, ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ ആദ്യമായിട്ട് ഇന്ത്യനെ കുറിച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത്. പണ്ടെല്ലാം ഒരു പാകിസ്ഥാനുമായിട്ടുള്ള ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ നിൽക്കാനാണ് അവർ ആഗ്രഹിച്ചിട്ടുള്ളത്. അപ്പോൾ ട്രംപിന്റെ ആദ്യത്തെ ടൈമിലാണെങ്കിൽ ട്രംപ് വളരെ പ്രോ ഇന്ത്യ ആയിരുന്നു. അപ്പം ട്രംപ് വിചാരിച്ചത് ഈ ഇന്ത്യയെ ട്രംപിന്റെ ഒരു അലയായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു അലയായിട്ട് കൂട്ടാൻ പറ്റും, എഗെയിൻ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പുള്ളി ആഗ്രഹിച്ചത്. പക്ഷെ ഇന്ത്യയുടെ സാഹചര്യങ്ങളുണ്ട്, അത് പുള്ളിക്ക് സാധിക്കുന്നില്ല. അത് മാത്രമല്ല ഇന്ത്യ ഇപ്പം നമ്മൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ കാണുന്നത് ഈ നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു എനിമി ചൈന നോർത്തിൽ കിടക്കുന്നു, അവരൊരു സൂപ്പർ പവറായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ എപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കാം എന്നുള്ള ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് ശരിയായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. എസ്പെഷ്യലി ഇപ്പോൾ ക്വാഡ് പോലുള്ള ഒരു അലയൻസ്. ഇന്ത്യ ഒരു സൂപ്പർ പവറാണ് ആഗ്രഹിക്കുന്നത്, ഒരു എക്കണോമിക് സൂപ്പർ പവർ ആവാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ എക്കണോമി ഉണ്ടാവണമെങ്കിൽ ഈ ജിയോ പൊളിറ്റിക്സിലും നമ്മളുടെ ഒരു ഡിഫൻസ് ഏരിയയിലും
നമുക്ക് സ്ട്രെങ്ത് ഇല്ലെങ്കിൽ, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ, ഇപ്പൊ ഞാനൊരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് എഴുതിയ ഇന്ത്യ അറ്റ് 100 എന്ന് പറയുന്ന ബുക്ക്, മോഡിയായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ എഴുതിയ ഒരു ബുക്കാണ് ഇന്ത്യ അറ്റ് 100. പുള്ളി ആ ബുക്ക് എനിക്ക് തന്നതിനകത്തൊക്കെ നമ്മൾ കാൽക്കുലേഷൻ അനുസരിച്ച് ഇന്ത്യ 100 ആകുമ്പോഴത്തേക്കും വൺ ഓഫ് ദി മോസ്റ്റ് ഡെവലപ്ഡ് എസ്റ്റാബ്ലിഷ്ഡ് കൺട്രീസ് ആവും എന്നുള്ളൊരു തിയറിയാണ് പുള്ളി പ്രസന്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ബുക്ക് എഴുതിയ ഒരു ഫ്യൂ ഇയേഴ്സിനുള്ളിൽ ലുക്ക് അറ്റ് ദ ഇറാൻ വാർ, ലുക്ക് അറ്റ് ഓൾ ദ റുപ്പി കൊളാപ്സ് ദാറ്റ് ഹാപ്പൻ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു സ്റ്റാൻഡിൽ ഇന്ത്യക്ക്, നമ്മളിപ്പം ഡെമോക്രസി ആണെങ്കിലും ഓട്ടോക്രസി ആണെങ്കിലും എന്താണെങ്കിലും നമുക്കില്ലാത്തത് റിസോഴ്സസ് ആണ്. ഇന്ത്യ വളരെ ഡിപ്പെൻഡന്റ് ആണ്. നമുക്ക് ആയിക്കൂടിയുള്ള നമ്മുടെ നാച്ചുറൽ റിസോഴ്സ് ജനങ്ങളാണ്. നമ്മൾ വളരെ യങ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ആണ് നമ്മുടെ ഏറ്റവും വലിയ റിസോഴ്സ്. ഇപ്പൊ ആ യൂത്തിനെ പോലും പുറത്തെ ആൾക്കാർ ഉപയോഗിച്ചാലേ ഇന്ത്യക്ക് അതുകൊണ്ട് ഉപകാരമുള്ളൂ. ഇന്ത്യയിൽ സ്വയം അവരെ കൊണ്ട് പ്രൊഡക്റ്റീവ് ആക്കാനുള്ള ഒരു സിസ്റ്റം ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പം സംഭവം 1991 നരസിംഹറാവു റിലാക്സ് ചെയ്തു, എക്കണോമിക് റിഫോംസ് ഉണ്ടായി, ഇതെല്ലാം പറഞ്ഞാലും ഈ പിള്ളേരെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ദേ ഹാവ് ടു ഗോ ഔട്ട്സൈഡ്. ഇപ്പൊ ഞങ്ങളൊക്കെ പോകുന്നത് പോലെ. അപ്പൊ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ റിയലിസ്റ്റിക് ആവണം. ഇന്ത്യക്ക് ഒരിക്കലും ഈ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ടെക്നോളജി വെച്ച് ആയുധങ്ങളും വെപ്പൺസും എല്ലാം ഉണ്ടാക്കി ഒരു വേൾഡ് പവറിന് വേണ്ട ഒരു മിലിറ്ററി മൈറ്റും കൂടി ഉണ്ടാക്കാനുള്ളൊരു കപ്പാസിറ്റി ഇല്ലാത്തിടത്തോളം കാലം സ്ട്രാറ്റജിക് ആയിട്ടുള്ള അലയൻസസ്, എസ്പെഷ്യലി വിത്ത് ജപ്പാൻ, ഓസ്ട്രേലിയ ആൻഡ് അമേരിക്ക, ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ നെഹ്റുവിയൻ കാലം തുടങ്ങിയുള്ള ഒരു, അല്ലെങ്കിൽ ഇന്ദിരാകാലം തുടങ്ങിയുള്ള ഒരു ഈഗോ വെച്ചുകൊണ്ടിരിക്കുകയും ചേരിതാരായ്മ പ്രസംഗിക്കുകയും, ബട്ട് അറ്റ് ദ സെയിം ടൈം വാട്ട് ഈസ് ദി ഓൾട്ടർനേറ്റീവ് ഇഫ് അമേരിക്ക ഈസ് നോട്ട് ദ സൂപ്പർ പവർ എനിമോർ? ചൈന ഈസ് ദ സൂപ്പർ പവർ ആൻഡ് ചൈന വിൽ നെവർ ബി ഫ്രണ്ട്ലി ടു ഇന്ത്യ ബിക്കോസ് ചൈന ഓൾവേസ് വാണ്ടഡ് ടു കൈൻഡ് ഓഫ് ഡോമിനേറ്റ് ദ വേൾഡ്. ചൈനയുടെ കീഴിൽ ചൈന സൂപ്പർ പവർ ആയിട്ടുള്ള ഒരു രാഗത്തിൽ ഒരിക്കലും ഈക്വാലിറ്റി ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂവിൽ ഇന്ത്യ മുമ്പോട്ട് പോകണം. അപ്പൊ അതിനകത്ത് പാകിസ്ഥാൻ ഒരു വലിയൊരു ഒരു പ്രശ്നമാകേണ്ട ആവശ്യമില്ല. അനാവശ്യമായിട്ടാണ് നമ്മൾ ഇന്ത്യ ഇപ്പോഴും പാകിസ്ഥാനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ കാലത്തും എനിമിറ്റി വേണമെന്നുള്ളൊരു ചിന്ത തന്നെ അനാവശ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ക്ലിയർ ആൻസർ. നവംബറിൽ വോട്ടുകൾ എണ്ണിത്തീരുമ്പോൾ ട്രംപിന് രാഷ്ട്രീയ ആധിപത്യം തുടരുമോ, അതോ ഡെമോക്രാറ്റുകൾ 2028 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള യാത്ര തുടക്കം കുറിക്കുമോ? തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഇന്ത്യ US ബന്ധത്തിൽ കൂടുതൽ വിള്ളൽ വീഴുമോ, അതോ ഒരു റീകൺസിലിയേഷൻ ഫേസിലേക്ക് അത് നീങ്ങുമോ? കാത്തിരുന്ന് കാണാം. ചർച്ചയിൽ പങ്കെടുത്ത പ്രൊഫസർ ഡോക്ടർ ജി ഗോപകുമാർ, വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ഡേവിസ് അറക്കൽ, എല്ലാവർക്കും നന്ദി. മറ്റൊരു വിഷയവുമായി ബിസിനസ് ഡയലോഗ് അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.